ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നയന കാണുന്നുണ്ട് ദേവയാനി മാരാരി വക്കീലുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പം നയനയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. നന്ദുവിന് വേണ്ടി മാരാരി വക്കീൽ വന്നതിൻ്റെ കാരണം എന്താണെന്നും എങ്ങനെയാണ് വന്നതെന്നൊക്കെ ഇപ്പം മനസ്സിലാവും. കുറച്ചു നേരം അവർ സംസാരിക്കുന്നത് നോക്കി നിന്നിട്ട് നയന പറയുന്നുണ്ട്, എന്നാൽ ചേട്ടാ നമുക്ക് പോയേക്കാന്ന് പറഞ്ഞ് ഓട്ടോ തിരിച്ചു വിട്ട് ഓഫീസിലേക്ക് തന്നെ അങ്ങ് പോവുകയാണ്. മാരാരി വക്കീൽ പറയുന്നുണ്ട് ദേവയാനിയോട്, നയനയൊക്കെ നല്ല പെൺകുട്ടികളാണ്, നിൻ്റെ കുടുംബത്ത് വന്ന് കയറാൻ പറ്റിയ പെൺകുട്ടികൾ തന്നെയാണ് അവരെന്നൊക്കെ. അതെനിക്കറിയാം അങ്കിളെ. ഇപ്പം ഞാൻ ആദർശിനേക്കാൾ കൂടുതൽ എൻ്റെ മരുമോള് നയനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ ദേവയാനി പറയും. അനാമിക തിരിച്ച് അനന്തപുരിയിലേക്ക് വരുമ്പം കറക്റ്റായിട്ടും അനിയുടെ മുമ്പിൽ തന്നെയാണ് വന്ന് പെടുന്നത്. അനിക്ക് അനാമിക കാണുമ്പോൾ അങ്ങ് ചിരി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, ആഹാ ഇങ്ങ് തിരിച്ചു പോന്നോ? എന്താ നന്ദുവിനെ ജയിലിൽ കൊണ്ടുപോകുന്നത് കാണാൻ പോയിട്ട് നടന്നില്ലേ എന്ന് ചോദിക്കും. നിൻ്റെ മുത്തശ്ശനും വീട്ടുകാർക്കും ഒക്കെ വലിയ പിടിപാടൊക്കെ ഉള്ളതല്ലേ, അങ്ങനെ അവർ വല്ലവരെയൊക്കെ സ്വാധീനിച്ച് അവളെ പുറത്തിറക്കിയതല്ലേ എന്നൊക്കെ ചോദിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നും ഉണ്ടായില്ല. അനന്തപുരിയിൽ ആരും ഇടപെട്ടിട്ടല്ല നന്ദു ജയിലിൽ നിന്ന് പോകാതെ തിരിച്ച് വീട്ടിൽ വന്നിരിക്കുന്നത്. അവളുടെ കേസ് സ്വന്തമായിട്ട് വാദിച്ച് ജയിച്ചാണ് വന്നിരിക്കുന്നതെന്ന് പറയും. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേന് അനാമിക്ക് ദേഷ്യം വരുന്നുണ്ട്. അനാമിക ഉടനെ അനിയോട് പറയും, എന്തായാലും നിനക്ക് സന്തോഷമായല്ലോ അവൾ രക്ഷപ്പെട്ടായിരുന്നു. അതിനൊരു സംശയമില്ല, എനിക്ക് നന്ദു രക്ഷപ്പെട്ടതിൽ ഭയങ്കരമായ സന്തോഷമുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ അവളെ കുടുക്കിയതാണ് എല്ലാവരും. അതനുസരിച്ച് അവൾ രക്ഷപ്പെടുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണെന്ന് പറയും. എന്തായാലും അവളുടെ അച്ഛനെ അമ്മയെക്കാട്ടിലും മെച്ചമാണ് എൻ്റെ അച്ഛനെന്ന് അനാമിക പറയുമ്പോഴത്തേന് അനി പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ്റെ വിശേഷമൊന്നും ഇങ്ങോട്ട് പറയണ്ട, അയാൾ മഹാ ഫ്രോഡാണെന്നുള്ള കാര്യം ഇവിടെ പലർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയും. എടാ, അവളുടെ അച്ഛനും അമ്മയും കൂടെ ഒരു യോഗ്യത ഇല്ലാഞ്ഞിട്ടും രണ്ട് പെൺമക്കളെ എങ്ങനെയാണ് ഈ വീട്ടിലേക്ക് കടത്തി വിട്ടെന്നുള്ള കാര്യമൊക്കെ ഈ നാട്ടിൽ മൊത്തം പാട്ടാണ്. അത് പ്രത്യേകിച്ചൊന്നും ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അനാമിക പറയുമ്പോഴത്തേന് അനി പറയുന്നുണ്ട്, അതുകൊണ്ട് എന്താ, എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമായ എൻ്റെ നയനേടത്തിയെ എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണല്ലോ. ആ നയനേടത്തി ഞങ്ങളുടെ കുടുംബത്ത് വലിയ ഭാഗ്യം തന്നെയാണെന്ന് പറയും. അതിന് നീ വലിയ പറച്ചിലൊന്നും പറയണ്ട. നിൻ്റെ വല്യമ്മയ്ക്ക് ഇപ്പോഴും അവളെ ഇഷ്ടമില്ല, അംഗീകരിക്കുന്നുമില്ല. അവരിഷ്ടപ്പെടുന്നത് എന്നെയാണെന്ന് പറയും. അതൊക്കെ വല്യമ്മയുടെ വിവരദോഷം, അല്ലാതെ എന്ത് പറയാനാ. എടാ, അവളെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടല്ലേ വല്യമ്മ അവളെ ഇപ്പം ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേന് അനി പറയും, അതുകൊണ്ട് എന്താ, ഞങ്ങളുടെ ജുവലറിക്കും ആദർശേട്ടനും എല്ലാം ഒരുപാട് ലാഭം ഏട്ടത്തി അങ്ങോട്ട് ചെന്നത് കാരണം ഉണ്ടായിട്ടുണ്ട്. ലക്ഷങ്ങളുടെ ലാഭമാണ് ഉണ്ടായിരിക്കുന്നത്. അതൊക്കെ മനസ്സിലാകുന്ന ഒരു കാലം വല്യമ്മയ്ക്ക് വരുമെന്നും പറയും. എന്തായാലും നയനേടത്തി ഇങ്ങോട്ട് വന്നത് കാരണം എനിക്ക് നന്ദുവിനെ പോലെ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി. അതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണെന്ന് പറയും. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, എല്ലാം കൊണ്ടും ഞാൻ പിടിവിട്ട് നിൽക്കുക, വെറുതെ എന്നെ ചൊടിപ്പിക്കാൻ നിൽക്കരുത് നീ എന്ന്. നിന്നെ ചൊടിപ്പിച്ചാൽ ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാനാ? നിനക്ക് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ ഇവിടെ അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നോളാൻ പറഞ്ഞിട്ട് അനി അങ്ങ് പോവും. ഒന്നും ചെയ്യാൻ പറ്റാത്തതിനും പറയാൻ പറ്റാത്തതിൻ്റെയും നന്ദു രക്ഷപ്പെട്ടതിൻ്റെ എല്ലാം കലിപ്പി നിൽക്കുകയാണ് അനാമിക. ഓഫീസിൽ ചെന്നിട്ട് നയനയ്ക്ക് ആ കൺഫ്യൂഷനാണ്. ദേവയാനിയുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇങ്ങനെ ഓർക്കുന്നത്. ദേവയാനി നയനെ ചെന്ന് വിളിച്ചുകൊണ്ട് വന്നതും അന്നേരം അവിടെ വെച്ച് നയനയോട് പറഞ്ഞ കാര്യങ്ങളും പിന്നെ അഭി കരൾ തന്നെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേന് അന്ന് ദേവയാനി പറഞ്ഞായിരുന്നല്ലോ കരൾ തന്ന പെൺകുട്ടി ആരാണെന്ന്. ഹോസ്പിറ്റലുകാർ പറഞ്ഞില്ലെങ്കിൽ പോലും എന്നെ ഈ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഞാൻ ഇതാണോ ആ കുട്ടിയെന്ന് ചോദിച്ചപ്പോൾ അല്ലെന്ന് പറയാൻ ആ ഹോസ്പിറ്റലുകാർക്ക് ഒരു മടിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യമൊക്കെ ഇങ്ങനെ ദേവയാനിയെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണ് നയന. അപ്പം നയന ഓർക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അമ്മ അറിഞ്ഞു കാണുമോ ഞാനാണ് കരൾ തന്നതെന്ന്, അതുകൊണ്ടാണോ ഇങ്ങനെ സ്വഭാവത്തിൽ ഓരോ മാറ്റങ്ങളൊക്കെ വരുന്നതെന്ന്. അപ്പോൾ ദേവയാനി ഓഫീസിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആദർശ് ആകെ അത്ഭുതപ്പെട്ടു പോകും. അമ്മയോ, എന്ത് പറ്റി അമ്മ ഇങ്ങോട്ടൊക്കെ ഇറങ്ങാമെന്ന് ചോദിക്കും. അതിനെന്താ, എനിക്ക് ഇവിടെ ഓഫീസിലൊക്കെ വന്നുകൂടെ? ഞാനിവിടെ എൻ്റെ ഒരു കൂട്ടുകാരിയെ കാണാൻ വന്നപ്പോഴത്തേന് ഇങ്ങോട്ടൊന്ന് കയറിയെന്നേ ഉള്ളൂ. പഴയ സ്റ്റാഫിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ, അപ്പോൾ എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചെന്ന് പറയും. പിന്നെ ഒന്ന് ചെക്കും ചെയ്തേക്കാം, ഒരുത്തിയെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടല്ലോ, അവൾ ജോലി ചെയ്യുന്നുണ്ടോ അതോ നിൻ്റെ ക്യാബിനിൽ ഇരിക്കുകയാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ കൂടി വന്നാന്ന് പറയും. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൾ ഒരു ഡിസൈനറല്ലേ എന്ന് പറയും. അവളുടേതായ ജോലികളൊക്കെ ചെയ്ത് അവിടെ ഇരിക്കുക എന്ന് പറയും. അവൾക്ക് പ്രത്യേക ക്യാബിനൊക്കെ കൊടുത്തോന്ന് ചോദിക്കും. അതേ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അന്നേരം അതൊക്കെ കേൾക്കുമ്പോൾ ദേവയാനിക്ക് സന്തോഷമൊക്കെ ആകുന്നുണ്ട്. പക്ഷേ അങ്ങനെ ആദർശിന് മുമ്പിൽ പ്രകടിപ്പിക്കുന്നൊന്നുമില്ല. എന്നാൽ ഞാൻ പോയേക്കുക, നിങ്ങളുടെ ജോലി നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോകും. അപ്പോൾ ആദർശ് അങ്ങ് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുക. അമ്മ എന്താ ഇങ്ങനെ പെട്ടെന്നൊരു സന്ദർശനമൊക്കെ നടത്തിയെന്ന് പറഞ്ഞു. പിന്നീട് കാണിക്കുന്നത് നന്ദും
കൂട്ടുകാരും കൂടെ അനാമികയുടെ അച്ഛനും അമ്മയും താമസിക്കുന്ന വീട്ടിൽ ചെല്ലുന്നതാണ്. അന്നേരം കൂട്ടുകാർ പറയുന്നുണ്ട്, ഇതെങ്ങാനും ഇനി പോലീസ് കേസ് ആവുമോ എന്ന് ചോദിക്കും. അതിനൊന്നും സാധ്യതയില്ല, അവൾക്കിട്ടും അവളുടെ അച്ഛനും അമ്മയ്ക്കിട്ടൊക്കെ 2 കൊടുക്കണമെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ്, അതങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നില്ല, നമുക്ക് കൊടുത്തേക്കാന്ന് പറയും. അപ്പോൾ കൂട്ടുകാരും പറയുന്നുണ്ട്, വാ ശരിയാ, നമുക്കിന്ന് ഇത് കൊടുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഇവരും അതിൽ ചാടി അകത്ത് ചെല്ലുന്നുണ്ട്. അപ്പോൾ അനാമിക പറയും, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫ്രണ്ട് വാതിലിലൂടെ അല്ലേ വന്നത്, അതുകൊണ്ട് അവർ നമ്മൾ ബെല്ലടിച്ചാലും തുറക്കത്തില്ല, അതുകൊണ്ട് പുറവശത്ത് നമുക്ക് വാതിൽ കുത്തി തുറന്ന് നമുക്ക് കയറാമെന്ന് പറഞ്ഞ് അവർ അതിനകത്തൂടെ കയറുന്നുണ്ട് അകത്ത്. വേണുവും രേവതിയും നല്ല ഉറക്കത്തിലാണ്. അന്നേരം അകത്ത് പാത്രം വീഴുന്ന വെച്ച് കേൾക്കുമ്പോൾ രേവതി എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് വേണുവിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ വേണു പറയും, ഞാനൊന്നും കേട്ടില്ലെന്ന്, നിങ്ങൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങി എങ്ങനെയാണ് കേൾക്കുന്നത്, വല്ല പൂച്ചയായിരിക്കും എന്ന് പറയും. അപ്പോൾ വേണുവിന് പക്ഷേ പേടിയാണ് എഴുന്നേറ്റ് വരാൻ. എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോഴത്തേന് നിലത്തൊരു പാത്രം കിടക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ആ പാത്രത്തെ തട്ടുന്ന ഉടനെ രേവതി പറയും, പൂച്ച തന്നെയാണെന്ന് പറയും. എന്നാൽ വാ നോക്കാമെന്ന് പറയുന്ന ഉടനെ വേണു പറയും, ചിലപ്പം വല്ല കുറുവാ സംഘവും ആണെങ്കിലും ഒരു സംഘമായിരിക്കുകയില്ല, നിങ്ങൾ വന്നേ നോക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ പുറകിൽ നിന്ന് നന്ദു വേണുവിനെ ചവിട്ടി വീഴ്ത്തുന്നുണ്ട്. പിന്നെ ഇവർ കൂട്ടുകാരോടെ കൂടി നന്ദുവും കൂട്ടുകാരും നന്നായിട്ട് വേണുവിനെയും രേവതി എടുത്തിട്ടടിക്കുന്നുണ്ട്. അടി കഴിഞ്ഞ് പോകാൻ നേരത്ത് നന്ദു ഹെൽമെറ്റ് മാറ്റി കാണിക്കുന്നുണ്ട്, ഞാൻ തന്നെയാണ് തല്ലിയത്, എന്നെ കള്ളക്കേസിൽ കുടുക്കിയതിന് നിനക്കെട്ടും നിൻ്റെ ഭാര്യയ്ക്കെട്ടും തല്ലണം തന്നെ തീരുമാനിച്ച് വന്നതാ, നീ കൊണ്ട് കേസ് കൊടുക്ക്. ഒരു കാര്യം ഓർത്തോണം, ആദർശേട്ടൻ്റെ അമ്മയും ഹോസ്പിറ്റലിലാക്കിയ കേസും അവിടുന്ന് മാല മോഷണം പോയ കേസും എല്ലാം കൂടെ കൂട്ടി വേണം കേസ് കൊടുക്കാനെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് വേണുവും രേവതിയൊന്നും മിണ്ടത്തൊന്നുമില്ല. അന്നേരം നന്ദും കൂട്ടുകാരും തിരിച്ചതുപോലെ തന്നെ മതിലിയാടി വണ്ടിയെ കയറി അങ്ങ് പോകുന്നുണ്ട്. രേവതിക്കാണ് ഒട്ടും എഴുന്നേക്കാൻ വയ്യ. രേവതി വേണുവിനോട് പറയും, എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുക മനുഷ്യന്ന്, അതിന് എനിക്കൊന്ന് എഴുന്നേക്കാൻ പറ്റണ്ടേടി, എനിക്ക് ഒട്ടും അനങ്ങാൻ വയ്യെന്ന് പറയും. നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് രേവതി ഒരു വിധത്തിൽ പൊങ്ങുന്നൊക്കെ കാണിക്കുന്നുണ്ട്. നന്ദു രാത്രിയായിട്ടും തിരിച്ചു വരാത്തതിൻ്റെ ടെൻഷനിലിരിക്കുകയാണ് ഗോവിന്ദനും കനകയും. എന്നാലും സന്ധ്യയായപ്പോൾ അവളെ പുറത്തോട്ടൊന്നും വീടുണ്ടായിരുന്നു, എന്നെ ചെയ്യാനായി കൊച്ച് എവിടെ പോയതാ എന്നൊക്കെ ആവലാതിപ്പെട്ടിരിക്കുന്ന സമയത്ത് നന്ദു കയറി വരും. നന്ദൂട്ടാ, നീ എവിടെ പോയതായിരുന്നു, നീ ഇങ്ങനെ പുറത്തൊന്നും പോകരുതെന്ന് പറഞ്ഞിട്ടില്ലേ, ഇനി അടുത്ത ക്യാമ്പിനൊക്കെ പോകണ്ടല്ലേ എന്നൊക്കെ പറയും. അതെ, എനിക്കെതിരെ കേസ് കൊടുത്ത ആൾക്കാരെ ഒന്ന് കാണാൻ പോയാന്ന് പറയും. അതാരാ, അനാമികയും അവളുടെ അച്ഛനെയും അമ്മയൊക്കെയാണെന്ന് ചോദിക്കും. അവിടെ അമ്മയും അച്ഛനെയും ഒന്ന് കാണാൻ പോയതാ, ശരിക്കും ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയും. നീ എന്തിനാ അവരെ തല്ലാനൊക്കെ പോയി, വീണ്ടും കേസാകത്തില്ല എന്നൊക്കെ ചോദിക്കും. അവർ കേസ് കൊടുക്കാനൊന്നും പോകുന്നില്ല, കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആദർശേട്ടൻ്റെ അമ്മയെ ഹോസ്പിറ്റലിലാക്കിയ കേസും അവിടെ നിന്നൊരു മാല മോഷണം പോയ കേസുണ്ടല്ലോ, അതെല്ലാം കൂടെ ഞാൻ കുത്തി പൊക്കിക്കൊണ്ട് വരും, അതുകൊണ്ട് അവർ കേസിനൊന്നും പോകത്തില്ലെന്ന് ഉറപ്പാണെന്ന് പറയും. എന്നാലും വേണ്ടായിരുന്നു മോളെ, നിനക്ക് ഇനി അടുത്ത ട്രെയിനിങ്ങിനൊക്കെ കയറേണ്ട സമയമാകുകയില്ലേ എന്നൊക്കെ ഗോവിന്ദൻ പറയുമ്പോഴത്തേന് നന്ദു പറയുന്നുണ്ട്, അച്ഛാ, എന്നെ ഒരുപാട് ആൾക്കാരുടെ മുമ്പിൽ വെച്ചാണ് പോലീസ് ജീപ്പ് കയറ്റിക്കൊണ്ട് പോയത്, അതെനിക്കൊരു ബ്ലാക്ക് മാർക്കായിട്ടല്ലേ വരത്തുള്ളൂ, എല്ലാവരും എന്തൊക്കെ കരുതി കാണും, എന്നെ അങ്ങനെ അപമാനിച്ച സ്ഥിതിക്ക് അതിന് പകരം ചോദിച്ചില്ലെങ്കിൽ അത് ശരിയാകത്തില്ല, എനിക്ക് പിന്നെ മനസ്സമാധാനം കിട്ടത്തില്ല, ഞാനും എൻ്റെ കൂട്ടുകാരോടെ ചെന്നിട്ട് അതിന് പകരം നന്നായിട്ട് കൊടുത്തിട്ടാ പോകുന്നെന്ന് പറയും. മോളെ, ഇതിൻ്റെ പേരിൽ ഇനി അനന്തപുരിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല, ആദർശേട്ടൻ അറിയാം അനാമികയുടെ അച്ഛനാണ് എനിക്കെതിരെ ഇങ്ങനെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയെന്ന്, അതുകൊണ്ട് ആദർശേട്ടൻ അതൊക്കെ അവിടെ സോൾവ് ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട് നന്ദു അകത്തേക്ക് പോയി കഴിയുമ്പോഴത്തേന് ഗോവിന്ദൻ പറയുന്നുണ്ട്, ആ കുട്ടി സന്ധ്യയായപ്പോഴത്തേന് പുറത്തോട്ട് പോയപ്പോഴത്തേന് പിടിച്ച് നിർത്തേണ്ടതല്ലായിരുന്നു എന്ന്. അപ്പം കനക പറയും, ഞാൻ ഓടി വന്നപ്പോഴത്തേന് അവൾ ബൈക്കും എടുത്തുകൊണ്ട് പോയില്ലേ, ഇനി ഇതിൻ്റെ പിറകിൽ എന്തൊക്കെ വരുമോ എന്ന് ആർക്കറിയാമെന്ന് പറഞ്ഞ് സമാധാനമില്ലാതെ നിൽക്കുകയാണ് അവർ രണ്ടുപേരും. ദേവേനെ അടുക്കളയിൽ ഇങ്ങനെ ചായയൊക്കെ ഇട്ട് നിൽക്കുമ്പോഴത്തേന് നയനെ അങ്ങോട്ട് വരുന്നുണ്ട്. നയനെ കണ്ടു കഴിയുമ്പോൾ ദേവേനെ ചോദിക്കും, നീ എന്തിനാ അടുക്കളയിലോട്ട് വന്നെന്ന്. ഞാൻ ചുമ്മാ വന്നേ ഉള്ളൂ എന്ന് പറയും. എന്നാൽ ഇങ്ങോട്ടൊന്നും വരണ്ട, പൊക്കോളാൻ പറയും. അതല്ല, അമ്മയെ വല്ലതും സഹായിക്കണമെങ്കിൽ സഹായിക്കാമെന്ന് വിചാരിച്ച് വന്നാന്ന് പറയും. എനിക്ക് നിൻ്റെ ഒരു സഹായം വേണ്ട, നീ ഒരു സഹായം ഇവിടെ ചെയ്തു തരണ്ട, നീ പൊക്കോളാണെന്ന് പറയും. അതല്ലമ്മേ, ഞാൻ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിൽക്കാമെന്ന് പറയും. നിന്നെ എനിക്ക് ഈ അടുക്കള കയറ്റുന്ന ഒട്ടും വിശ്വാസമില്ല, അതുകൊണ്ട് നീ പോയേ പറ്റത്തുള്ളൂ, പൊക്കോ, ചായ അങ്ങോട്ട് റൂമിലോട്ട് തന്നോളാമെന്ന് പറയും. ഇതൊക്കെ കേൾക്കുന്ന നയനയ്ക്ക് ചിരി വരുന്നുണ്ട്. അപ്പം നയന ചിരിക്കുന്ന കാണുമ്പോഴത്തേന് ദേവേനയ്ക്ക്, നീ എന്തിനാ ചിരിക്കുന്നതെന്ന്. ഒന്നുമില്ല, ഞാൻ അമ്മയുടെ ഓരോ പ്രവൃത്തിയും ഒക്കെ ഓർത്ത് ചിരിച്ചതാണെന്ന് പറയും. ആ സമയത്താണ് അനാമിക അങ്ങോട്ട് വെപ്രാളപ്പെട്ട് വരുന്നത്. എന്താ മോളെ, ചായ വേണോന്ന് ചോദിക്കും. എനിക്ക് ചായയൊന്നും വേണ്ട, ഞാൻ ആകെ ടെൻഷനിലാന്ന് പറയും. അതെന്താ, എന്ത് പറ്റിയെന്ന് ചോദിക്കും. പറയും, ഇന്നലെ എൻ്റെ അച്ഛനെയും അമ്മയും ആരോ വീണ്ടും വീട്ടിൽ കയറി തല്ലിയെന്ന് പറയും. അതെന്തിനാ അങ്ങനെ തല്ലുന്നതൊക്കെ ചോദിക്കും. ആർക്കറിയാം, എന്തായാലും ആ തല്ലിയവരെയൊക്കെ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നയനയ്ക്കിട്ട് നോക്കും. അപ്പം നയന പറയും, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, എനിക്കറിയത്തില്ല ആരാ തല്ലിയെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഇവളുടെ അനിയത്തിയും അവളുടെ കൂട്ടുകാരുടെ കൂടിയാണ് എൻ്റെ അച്ഛനെയും അമ്മയും കയറി തല്ലിയത് എന്ന് പറയുമ്പോഴത്തേന് ഉടനെ നയന പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നീ അങ്ങ് കേസ് കൊടുക്ക്, അത് നമുക്ക് കോടതി വെച്ച് കണ്ട് തെളിയിച്ചേക്കാമെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന്
അനാമികയൊന്നും ഉണ്ടായിരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഞാൻ എൻ്റെ വീട് വരെ പോയിട്ട് വരാൻ വല്യമ്മയെന്ന് പറഞ്ഞ് അനാമിക അങ്ങ് പോവും. അന്നേരത്തേന് ദേവയാനി നയനയോട് ചോദിക്കുന്നുണ്ട്, നിനക്കറിയാവോ അവരുടെ വീട്ടിൽ കയറി ആരാ തല്ലിയെന്ന്? അതൊന്നും എനിക്കറിയത്തില്ലമ്മേ. പിന്നെ എൻ്റെ അനിയത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അവളെ കള്ളക്കേസ് കുടുക്കിയത് അനാമികയും അവളുടെ അച്ഛനും ഒക്കെയാണെന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടെന്ന് പറയും. അത് കേൾക്കുന്ന ദേവയാനി ഇങ്ങനെ നയനയെ നോക്കുകയാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.